പ്രേക്ഷകരെ ഞെട്ടിക്കാൻ പിറന്നാൾ ദിനത്തിൽ പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് നയൻതാര. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഏറെ നാളുകളായി മോശം സിനിമകളുടെയും അഭിനയത്തിന്റെയും പേരിൽ പഴി കേൾക്കുകയാണ് തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. എന്നാൽ ഇപ്പോൾ ശക്തമായി തിരിച്ചുവരവിനൊരുങ്ങുകയാണ് താരം. തന്റെ പിറന്നാൾ ദിനത്തിൽ പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് നയൻതാര. രാക്കായി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഒരു വമ്പൻ ആക്ഷൻ ചിത്രമായാണ് രാക്കായി ഒരുങ്ങുന്നതെന്നാണ് ടീസർ നൽകുന്ന സൂചന. നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയും അവരുടെ കുഞ്ഞിനെയും കൊല്ലാനെത്തുന്ന ഒരുപറ്റം ആളുകളും അവർക്കെതിരെ പോരാടുന്ന നയൻതാരയെയുമാണ് ടീസറിൽ കാണാനാകുന്നത്. നിറയെ വയലൻസ് ഉള്ള ഒരു പീരിയഡ് ചിത്രമാകുമെന്നാണ് ടീസർ പുറത്തുവിടുന്ന സൂചന. സെന്തിൽ നല്ലസാമിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. ഡ്രംസ്റ്റിക്സ് പ്രൊഡക്ഷൻസ് ആൻഡ് മൂവിവേഴ്സ് സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഗോവിന്ദ് വസന്ത സംഗീതം നൽകുന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഗൗതം രാജേന്ദ്രനാണ്. അതേസമയം നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ ആണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ നയൻതാരയുടെ പ്രോജക്റ്റ്. ഡോക്യുമെന്ററിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അരങ്ങേറിയത്. നടൻ ധനുഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പുമായി നയൻതാര കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഡോക്യുമെന്ററി പുറത്തിറങ്ങാൻ വൈകിയതിന് കാരണം ധനുഷാണെന്നാണ് നയൻതാര ഈ കുറിപ്പിൽ പറയുന്നത്. നാനും റൌഡിതാൻ എന്ന ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ധനുഷ് എടുത്ത നീക്കമാണ് ഡോക്യുമെന്ററി ഇത്രയും വൈകാൻ കാരണമെന്ന് നയൻതാര പറയുന്നു.